ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. നിങ്ങൾ വിചാരിച്ചു കാണും എന്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ മുഖം കാണിച്ചു വന്നിരിക്കുന്നില്ലേ? ഒരു കാരണമുണ്ട്, അതുകൊണ്ടാണ് മുഖം കാണിച്ചു വന്നത്. അപ്പം മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റും പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ഇന്ന് എല്ലാവർക്കും ധാരാളം പേർക്ക് സന്തോഷമുള്ള ദിവസമാണ്. കാരണം കൈ നിറച്ച് പ്രോഫിറ്റ് കിട്ടി, നല്ലപോലെ ആൾക്കാർ ഹ്യൂജ് പ്രോഫിറ്റ് ഉണ്ടാക്കിയ ദിവസമാണ്. എല്ലാവർക്കും നല്ലപോലെ പ്രോഫിറ്റ് ഉണ്ടാക്കി, സന്തോഷം. അപ്പോൾ തന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഇതിലൊരു മറുവശം ഉണ്ടെന്നുള്ള കാര്യം മറന്നുപോകില്ല. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, എപ്പോഴും ഞാൻ എല്ലാവരോടും പറയുന്നത്, എനിക്ക് ഹ്യൂജ് സ്ക്രീൻഷോട്ട് അയച്ച് തരുന്നവരോട് എല്ലാവരോടും ഞാൻ തിരിച്ച് പറയും, ഇതിലൊരു മറുവശം ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകില്ല. ആ മറുവശത്തെ നമ്മൾ മാനേജ് ചെയ്യേണ്ടത് സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞ മഹാ ആയുധം കൊണ്ടാണ്. മനസ്സിലായില്ലേ? അതിനെ നമ്മൾ നമ്മുടെ നഷ്ടത്തെ ലിമിറ്റ് ചെയ്യാൻ നമ്മൾ സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ട് ഉപയോഗിക്കണം. അല്ലെങ്കിൽ കണ്ണുകൊണ്ടാണ് സ്റ്റോപ്പ് ലോസ് വെക്കുന്നതെങ്കിൽ നമ്മുടെ എക്സിറ്റ് പോയിൻ്റ്, നമ്മുടെ ലോസ് എവിടം വരെയാണെന്ന് ഉള്ള ഒരു ചിന്ത എപ്പോഴും നമുക്ക് വേണം. അവിടെ നിങ്ങൾ നിർബന്ധമായിട്ടും ഇറങ്ങണം. ഒരു കാരണവശാലും അങ്ങനെ ഹോൾഡ് ചെയ്യാൻ പാടില്ല. പക്ഷേ ഇപ്പം വളരെയധികം സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു 2 മിനിറ്റ് ഒന്ന് പറഞ്ഞിട്ട് ഞാൻ ചാർട്ടിലോട്ട് വരാം. 1-2 കാര്യം എനിക്ക് പറയാനുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം കാര്യങ്ങളൊക്കെയാണ്, എല്ലാം ശരിയാണ്. പക്ഷെ നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ധാരാളം പേര് ഇപ്പം നമുക്കിപ്പോൾ ഗ്രൂപ്പിൽ 1500 പേരോളം ഉണ്ട്. അപ്പം ധാരാളം പേര് എനിക്ക് മെസ്സേജ് ഇങ്ങനെ അയക്കുന്നു, സാർ എങ്ങനെയെങ്കിലും ഒരു കോള് തരൂ, ഒരു ഗ്രൂപ്പ് തുടങ്ങും, കോള് തന്നിട്ടൊരു ഗ്രൂപ്പ്. ഞാൻ ഒരിക്കലും ഞാൻ എന്തെങ്കിലും പറഞ്ഞതാണ്, പിന്നെ ഞാൻ വീണ്ടും പറഞ്ഞാൽ പിന്നെയും നിരന്തരം മെസ്സേജ് വരുന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെ പലരും ആണെങ്കിൽ, സാറേ ഞങ്ങൾക്ക് ഭീമമായ ലോസ് ഉണ്ട്, ഭയങ്കര ലോസാണ്, എങ്ങനെയെങ്കിലും അതിൽ നിന്ന് കയറണം എന്ന ആഗ്രഹം ഉള്ളവരുമുണ്ട്. ഓക്കെ, അങ്ങനെ മെസ്സേജ് അയക്കുന്നവരുണ്ട്. എനിക്ക് ഇവരോടൊക്കെ പറയാനുള്ളത്, ഒരു കാര്യത്തിൽ എനിക്ക് അഭിമാനമുണ്ട്. നമ്മൾ ഈ ഗ്രൂപ്പ് തുടങ്ങിയതിൽ പിന്നെ ധാരാളം പേരെ കൈപിടിച്ചുയർത്താൻ പറ്റിയിട്ടുണ്ട്. ധാരാളം പേരെ ലോസിൽ നിന്ന് കൈപിടിച്ചുയർത്താൻ പറ്റിയിട്ടുണ്ട്. അവരുടെ ലോസ് ഈ ലാഭം ഉണ്ടാക്കുന്നതിനേക്കാൾ ഉപരി അവരുടെ നഷ്ടത്തെ ലഘൂകരിച്ച് അവർ പതിയെ ഈ സ്റ്റെപ്പ് ചാടിക്കയറി 3-4 സ്റ്റെപ്പ് ഒറ്റയടിക്ക് ചാടിക്കയറുമല്ലാതെ പതിയെ ഓരോരോ സ്റ്റെപ്പുകൾ വെച്ച് അവർ നിലവിൽ പ്രോഫിറ്റിൽ അവരുടെ മന്ത്ലി പോർട്ട്ഫോളിയോ ഒരു ഗ്രീൻ കത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് എനിക്ക് അഭിമാനമുണ്ട്. അങ്ങനെയുള്ളവർ നിങ്ങൾക്ക് ധാരാളം പേരുണ്ട്. ഞാനോട് കമൻറ്റ് ചെയ്യാനൊന്നും പറയുന്നില്ല, കാരണം അവരുടെ പ്രൈവസി ഉള്ള കാര്യം. അപ്പോൾ അങ്ങനെ ധാരാളം പേരെ കൈപിടിച്ചുയർത്താൻ പറ്റിയിട്ടുണ്ട്. പലരും ഭീമമായ നഷ്ടത്തിൽ നിന്ന്, ലോസിൽ നിന്ന് ഇപ്പം ലാഭത്തിലോട്ട്, അങ്ങനെ ഒരു മെൻറ്റാലിറ്റിയിലോട്ട് വന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ അവിടെയൊക്കെ പ്രവർത്തിച്ചത് നമ്മുടെ ന്യായമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വെറും ഒരു ചൂണ്ടുപലക മാത്രമാണ്, അല്ലേ? ഞാനിന്ന് ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. പ്രവർത്തിക്കേണ്ടതും തീരുമാനം എടുക്കേണ്ടതും നിങ്ങളാണ്. മനസ്സിലായില്ലേ? അപ്പം അതിൻ്റെ ഗുണമാണ്, നിങ്ങളുടെ തീരുമാനത്തിൻ്റെ ഗുണമാണ് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ പ്രതിഫലിക്കുന്നത്, നിങ്ങളുടെ PL പ്രതിഫലിക്കുന്നത്. അല്ലാതെ എനിക്കതിനകത്ത് പ്രത്യേക റോളൊന്നുമില്ല. പിന്നെ ഞാനൊരു ഗൈഡൻസ് തരുന്നു നിങ്ങൾക്ക്. ഞാൻ നിങ്ങളെ, പിന്നെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നു, പറഞ്ഞു തരുന്നു. അത് നിങ്ങൾ ആ രീതിയിൽ തന്നെ എടുത്ത് പ്രാവർത്തികമാക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാം. അതിനുള്ള തെളിവുകളാണ് ഇപ്പം നിലവിലുള്ളവരില്ല. അപ്പം ധാരാളം പേര് മെസ്സേജ് അയക്കാറുണ്ട്, സാറ് ഞങ്ങളിപ്പം ഒത്തിരി മാറി. ഇപ്പം കാത്തിരുന്ന് ട്രേഡ് എടുക്കാൻ ധാരാളം, നമ്മുടെ PL നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അല്ലേ? നമ്മളിപ്പോൾ 3-4 ഇരട്ടി ലോസ് വന്നതിനേക്കാൾ 3-4 ഇരട്ടി നമുക്ക് പ്രോഫിറ്റ് ഉണ്ട്. കാരണം വെച്ചാൽ അവരെല്ലാവരും കാത്തിരുന്ന് ട്രേഡ് എടുക്കാൻ പഠിച്ചു. ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ ആ ഓപ്പർച്യൂണിറ്റിയെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, മാക്സിമം പ്രോഫിറ്റ് ഗ്രാബ് ചെയ്ത് മാറി നിൽക്കുക. അപ്പം നമ്മളെപ്പോഴും ഒരു സെലക്റ്റീവായിട്ട് മാറണം, ഒരു സെലക്റ്റീവ് ട്രേഡറായിട്ട് മാറണം. അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി വിജയിക്കാൻ പറ്റും. കാരണം എന്നും രാവിലെ ട്രേഡ് എടുത്ത് കാണുന്നുണ്ട്, പോകുന്നിടത്ത് എല്ലാം താഴെ പോകുമ്പോഴും മേളിൽ പോകുമ്പോഴും എല്ലാം വലിഞ്ഞ് കയറി പ്രോഫിറ്റ് എല്ലാം ലോസ് ഉണ്ടാക്കി ഒരു കുറേ ബ്രോക്കറേജും കൊടുത്ത് അങ്ങനെയുള്ള സെറ്റപ്പ് അല്ല. നമ്മളെപ്പോഴും സെലക്റ്റീവ് ട്രേഡർ ആവണം. ആ ട്രേഡിനെ നമ്മളൊരു ദിവസം ഒരു ചാർട്ടിന് മുന്നിലിരിക്കുമ്പം ഇന്ന പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു നല്ല ഫോള് കിട്ടും, അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു ഫോള് വീണ്ടും കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫോളിൻ്റെ അതിൻ്റെ ആ സ്റ്റൈല് കണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഇൻറ്റൻസിറ്റി കണ്ട് നമ്മളതിൽ കയറി മാക്സിമം ഗ്രാബ് ചെയ്ത് ഇറങ്ങുക എന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റിയിൽ നമുക്ക് ആൾക്കാർ പലരും മാറിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ആ സീനിയർ ഗ്രൂപ്പിലൊക്കെ ധാരാളം ആൾക്കാർ നല്ല പ്രോഫിറ്റിൽ അവർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് അവിടെ വേണ്ടത് ഒരു മനസാന്നിധ്യമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ എനിക്കിപ്പോൾ ഇന്ന് ഒരു 4-5 പേരെനിക്ക് മെസ്സേജ് അയച്ചു, സാർ ഞങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തും, ഞങ്ങൾക്ക് ഭീമമായ നഷ്ടമാണ്, ഞങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം, ഞങ്ങൾക്ക് ഒരു കോള് തരണം, അങ്ങനെയൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് വരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അത് ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. ഓക്കെ, എനിക്കങ്ങനെ കോൾ തരാനോ അല്ലെങ്കിൽ അതിനുള്ള സംവിധാനം എനിക്കില്ല. ഓക്കെ, അപ്പം എനിക്ക് പറഞ്ഞു തരാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ എങ്ങനെ അതിനകത്ത് നിന്ന് രക്ഷപ്പെടാം,
അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ന്യായം. പിന്നെ നിങ്ങളിപ്പോൾ ഈ ഹ്യൂജ് ലോസ് വന്ന് നിൽക്കുന്നവർ പിന്നെയും പിന്നെ ട്രേഡ് ചെയ്ത് നിങ്ങൾക്ക് ലോസ് മാത്രമേ വരത്തുള്ളൂ. കാരണം അത് റിവഞ്ചിങ് ട്രേഡായി പോകും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ തൽക്കാലം നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ എനിക്കിപ്പോൾ മെസ്സേജ് അയച്ചാൽ കുറേ പേര് നിങ്ങൾക്കറിയാം ഞാൻ ഓരോരുത്തർക്കും പേഴ്സണൽ മെസ്സേജ് അയക്കാൻ ഒരു കാര്യം വെച്ചാൽ 3-4 പേര് ഇതുപോലെ അയച്ചുകൊണ്ടാണ് ഞാൻ കോമൺ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഒരാൾ ചോദിച്ചു അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ, ഒരാൾ ചോദിച്ചു കോൾ തരാൻ പറ്റുമോ, ഒരാൾ ചോദിച്ചു എന്തെങ്കിലും ഒരു പ്രത്യേക ഗ്രൂപ്പ് ഇവർക്ക് വേണ്ടി ഉണ്ടാക്കാൻ പറ്റുമോ. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. ഇതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം അറ്റ് പ്രസൻറ്റ് നിങ്ങൾ ട്രേഡിങ് നിർത്തുക. ഓക്കെ, നിങ്ങൾ നിർത്തുക ആദ്യം ട്രേഡിങ് നിർത്തി നിങ്ങൾ ഒരാഴ്ച നിങ്ങളൊന്ന് റിലാക്സ് ആകുക. റിലാക്സ് ആയതിനു ശേഷം ഞാൻ ഈ ഹ്യൂജ് പ്രോഫിറ്റ് നഷ്ടം വന്നവരോടായി പറയുന്നത്, നിങ്ങൾ നിർത്തിയതിന് ശേഷം നിങ്ങൾ ഒരാഴ്ച റിലാക്സ് ചെയ്യുക. അതിന് ശേഷം നിങ്ങൾ ഒരാഴ്ച കൃത്യമായിട്ട് ചാർട്ട് മാത്രം നോക്കിയിരിക്കുക. ലൈവ് മാർക്കറ്റിൽ നിങ്ങൾക്ക് പറ്റുന്നെങ്കിൽ മാർക്കറ്റിൻ്റെ മുകളോട്ടും താഴോട്ടുള്ള ഗതിവിഗതികളെ നിങ്ങൾ നോക്കി ഒരു ബുക്കും പേനയും പേപ്പറും എടുത്ത് നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, എഴുതി വെച്ചിട്ട് എവിടെ പോകും എന്നാൽ നിങ്ങൾ അഡ്വാൻസായിട്ട് എഴുതി വെക്കുക. മാർക്കറ്റ് ഇന്നടത്ത് നിന്ന് വരും, ഇന്നടത്ത് പോകും. ഞാൻ ഓൾറെഡി ചാർട്ട് വരച്ച് തരുന്നുണ്ട്. ആ ചാർട്ട് നിങ്ങളുടെ അത് വരച്ചിട്ടിട്ട് നിങ്ങൾ അത് നോക്കുക. എന്നിട്ട് മാർക്കറ്റ് എങ്ങനെ റെസ്പെക്റ്റ് ചെയ്ത് നോക്കുക. ഇതൊക്കെ നോക്കിയതിന് ശേഷം നിങ്ങൾ കുറേ എഴുതി വെക്കുക. അതിനുശേഷം എഴുതി വെച്ചിട്ട് നിങ്ങളുടെ എഴുത്തും മാർക്കറ്റും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ ഇവിടെ പാളിച്ച പറ്റിയാൻ ശ്രദ്ധിക്കുക. അതെല്ലാം നോക്കിയതിന് ശേഷം നിങ്ങൾ പേപ്പർ ട്രേഡ് ചെയ്യുക. ഓക്കെ, 1, 2, 3 ഒരു മാസമോ നിങ്ങൾ പേപ്പർ ട്രേഡ് ചെയ്ത് നിങ്ങൾ കോൺഫിഡൻസ് ആകുക. ഓക്കെ, ഇപ്പോൾ പണ്ട് നിങ്ങൾ എങ്ങനെ ചെയ്തിരുന്നത്, രാവിലെ തന്നെ പച്ചയെങ്കിൽ സി, ചുവപ്പെങ്കിൽ പി എന്ന് പറഞ്ഞ് ചാടി കയറി രാവിലെ തന്നെ കൊടുത്തിട്ട് പോകുന്ന പരിപാടിയാണ് നിങ്ങളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം പറഞ്ഞുതരാം. കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിനെപ്പറ്റി നെഞ്ച് തടിച്ച് വിലപിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അത് കഴിഞ്ഞത് അവിടെ നിൽക്കട്ടെ, അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് അതങ്ങോട്ട് മാറ്റി വെക്കുക. ആ പറ്റ് ബുക്ക് അങ്ങോട്ട് മാറ്റി വെക്കുക. എന്നിട്ട് പുതിയൊരു ബുക്ക് എടുക്കുക. ബുക്ക് എടുത്തിട്ട് ഒരു പുതിയ എൻട്രി തുടങ്ങിയിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഒരാഴ്ച ചാർട്ടിനകത്ത് നോക്കിയിരിക്കുക. നിങ്ങൾ എൻട്രികളും എക്സിറ്റുകളും കണ്ടുപിടിച്ച് നിങ്ങൾ ബുക്കിനകത്ത് എഴുതി വെക്കുക. എഴുതി വെച്ചതിന് ശേഷം നിങ്ങൾ അവിടെ നിന്ന് നോക്കുക. മാർക്കറ്റിൻ്റെ അടുത്ത് നിന്ന് താഴോട്ട് വരും. അപ്പോൾ ആ വഴിക്ക് വരുന്നുണ്ടെന്ന് നോക്കുക. ഇല്ലെങ്കിൽ എന്തുകൊണ്ട് വന്നില്ല, അപ്പോൾ അവിടെ ആ ക്യാൻഡിലുകൾക്ക് എന്താണ് സംഭവിച്ചത്, ഇതൊക്കെ നിങ്ങൾ നോക്കി എഴുതി വെക്കുക. അതിനുശേഷം നിങ്ങൾ ഈ എഴുതി വെച്ചതും നമ്മളൊരു ഏകദേശം ഒരു മാച്ചിങ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ പിന്നെ പേപ്പർ ട്രേഡിങ് തുടങ്ങുക. ഓക്കെ, പേപ്പർ ട്രേഡ് ചെയ്ത് നിങ്ങളൊരു കോൺഫിഡൻസ് ആയതിനു ശേഷം മാത്രം നിങ്ങൾ വെറും ഒറ്റ ലോട്ടിൽ മാത്രം ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഒരേ ഒരു ലോട്ടിൽ മാത്രം. ഞാനിപ്പോൾ ഇത്രയും പറയാൻ കാര്യച്ചാൽ അവർ വളരെ സങ്കടത്തോടെ എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടുണ്ട്. കാരണം എനിക്ക് അവരെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. പക്ഷേ എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് അവരങ്ങനെ ഹെൽപ്പ് ചെയ്യാനും പറ്റത്തില്ല. കാരണം ഇത്രയും വലിയ ഹ്യൂജ് ലോസ് നിൽക്കുന്നവരൊക്കെ ഞാൻ പോയി നമ്മളൊരു വെറും പാവം പിടിച്ച ഒരു മനുഷ്യനാണ്. അപ്പം നമുക്ക് അതിനായിട്ടുള്ള പരിമിതികളുണ്ട്. പിന്നെ നമുക്ക് ചുറ്റും കഴുകൻ കണ്ണുകളുമായിട്ട് ആൾക്കാർ നോക്കിയിരിപ്പുണ്ട്. മനസ്സിലായില്ലേ? മലയാളികളാണ്. അപ്പം നമുക്ക് ഏത് വഴി കൂടെ പണി വരുന്നതെന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പബ്ലിക്കായിട്ട് പറയാം, നമുക്ക് അതിനകത്ത് പറയുന്നതിനകത്ത് യാതൊരു ഇതുമില്ല. നമുക്ക് മലയാളികളാണ്, മനസ്സിലായി, ഏത് വഴി കൂടെയും പണി വരും. അതുകൊണ്ട് ഞാൻ വളരെ സൂക്ഷിച്ചും കണ്ടുമാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ചാർട്ടിനെ കൃത്യമായി ലൈവ് മാർക്കറ്റിൽ ചാർട്ടിന് നിരീക്ഷിക്കുക. അല്ലെങ്കിൽ ബാക്ക് ടെസ്റ്റ് ചെയ്ത് കുറേ പഴയ ചാർട്ടുകളൊക്കെ പരിശോധിക്കുക, എഴുതി വെക്കുക. അതിനുശേഷം പേപ്പർ ട്രേഡ് ചെയ്യുക. അങ്ങനെ കോൺഫിഡൻസ് വന്നതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കുറേ വീഡിയോകളുണ്ട്, നിങ്ങളത് കാണുക. പ്രൈസ് ആക്ഷൻ സീരീസിൻ്റെ വീഡിയോകളുണ്ട്. ചാർട്ടിൽ എങ്ങനെ ട്രേഡ് എടുക്കാം, ഈ കാര്യങ്ങളൊക്കെ പറ്റി ട്രേഡ്. ഇപ്പം ഇതെല്ലാം നിങ്ങളത് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെന്നുണ്ട്. നിങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ നിങ്ങൾക്ക് ഈ നഷ്ടപ്പെട്ട പോയ പൈസ തിരിച്ച് കിട്ടണം. നിങ്ങൾക്ക് സ്വന്തമായിട്ട്, ഞാൻ പറഞ്ഞില്ലേ, ഒരാളുടെ ഹെൽപ്പ് മൂലം നിങ്ങൾക്ക് കിട്ടുന്നതും സ്വന്തമായിട്ട് പഠിച്ച് ചെയ്യുന്നതും വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഒരു കോൾ ഒരാൾ തന്നു വിചാരിച്ചു ആ ഒരാൾ ഒരു എൻട്രി പറഞ്ഞു, ഒരു സ്ട്രൈക്ക് പറഞ്ഞു. ആ സ്ട്രൈക്ക് നിങ്ങൾ ടൈപ്പ് ചെയ്ത് ആ പ്രൈസ് എടുത്ത് എൻട്രി ഇട്ട് വരുമ്പോഴത്തേക്ക് ആ മാർക്കറ്റ് അതിൻ്റെ വഴിക്ക് പോകും. അതേസമയം നിങ്ങൾക്ക് തന്നെത്താൻ സ്വയമായിട്ട് ആ എൻട്രി കണ്ടുപിടിക്കാൻ പറ്റിയാലോ, അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ എൻട്രി ചെയ്യാൻ പറ്റും. ആരോട് ചോദിക്കേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ പെട്ടെന്ന് നമുക്ക് അതിൽ നിന്ന് എക്സിറ്റ് ചെയ്യാനും പറ്റും. കൃത്യമായ പ്രോഫിറ്റ് എടുത്ത് നമുക്ക് എക്സിറ്റ് ചെയ്യാനും പറ്റും. അതാണ് തന്നെ പഠിച്ചാലുള്ള ഗുണം. അപ്പം ഇവിടെ പലരും പറയും, ഇപ്പോൾ നോക്കിക്കേ, ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവരും തന്നെ നേരത്തെ കോളിന് മുറവിളിയായിരുന്നു, സാറേ കോൾ വേണം. ഇപ്പോൾ ആർക്കും കോൾ വേണ്ടല്ലോ. ഇപ്പോൾ എന്താണ്, ഇപ്പോൾ എല്ലാവരും സ്വന്തമായിട്ട് ട്രേഡ് എടുക്കാൻ പഠിച്ചു. കൃത്യമായിട്ട് അവർക്കറിയാം. നമ്മൾ ചാർട്ട് വരുമ്പോൾ പറയാം, നമ്മൾ വരച്ച ലെവലുകളൊക്കെ ഓൾമോസ്റ്റ് എല്ലാം ക്ലിയറാണ്. അപ്പോൾ ആ പോയിന്റ് വരുമ്പം ചെറിയ സ്റ്റോപ്പ് ലോസ് ഒരു ട്രേഡ് എടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് എനിക്കിങ്ങനെ നിങ്ങളുടെ കഴിഞ്ഞ നാളുകളിൽ ഹ്യൂജ് നഷ്ടം വരുത്തിയവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു പുതിയ തുടക്കം, ഓക്കെ, പഴയതിനെയൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളൊരു പുതിയ തുടക്കം ആവുക. പഴയതിനെ ഇപ്പോൾ ഉടനെ അതിനെ റിക്കവർ ചെയ്യാൻ നടക്കുന്ന കാര്യമല്ല. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു പുതിയ തുടക്കം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ചെയ്തിട്ട് ഒരു ലോട്ട് വെച്ച് മാത്രം നിങ്ങൾ ചെയ്ത് കോൺഫിഡൻസ് വരുത്തിയതിന് ശേഷം നിങ്ങൾ പിന്നെ ഗ്രാജുവലി വളരാൻ ശ്രമിക്കുക. എനിക്ക് അത്ര മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. ഓക്കെ, അപ്പം അതുപോലെ തന്നെ പിന്നെ ഇന്ന് വേറെ ആൾ പറഞ്ഞു ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ കാര്യം. 3-4 പേര് ചോദിച്ചു, സാർ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ കാര്യം കൂടെ വീഡിയോയ്ക്ക് അത് ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു. ഞാൻ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ കാര്യം 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. 2 വീഡിയോ, ഇത് 2 കാണാതാണ് പിന്നെ എന്നോട് ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ കാര്യം പറയുന്നത്. ഞാൻ പഴയ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത്
ഒരു വീഡിയോ ഞാൻ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ചെയ്തിട്ടുണ്ട്. രണ്ടും ഞാൻ വേണമെങ്കിൽ ഇവിടെ ഐ ബട്ടണിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ അത് നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുക. ഓക്കെ, എങ്ങനെയാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് റീഡ് ചെയ്തിട്ട് നമ്മൾ ട്രേഡ് എടുക്കുക എന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അതിന് ശേഷം സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, ഞാൻ ക്ലിയർ ആയിട്ടത് പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ ഓക്കെ, ഞാൻ ചാർട്ടിലോട്ട് വരാം. അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാൻ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്നെ അധികം ബുദ്ധിമുട്ടിപ്പിക്കല്ലേ. ബുദ്ധിമുട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ലാതായി പോകും, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് എല്ലാവരും സ്നേഹം, എനിക്കറിയാം നിങ്ങളുടെ വിഷമവും കാര്യങ്ങളൊക്കെ എനിക്കറിയാം. പക്ഷേങ്കിൽ ഞാൻ അതിനകത്ത് നിസ്സഹായനാണ്. എനിക്ക് അതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഞാനൊരു ഓതറൈസ്ഡ് അല്ല, സെമി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. എനിക്കങ്ങനെ കോൾ കൊടുക്കാനോ എടുക്കാനോ അതിനൊന്നും അധികാരമില്ല. അതിനുള്ള റൈറ്റും എനിക്കില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. എനിക്ക് ചെയ്യാൻ പറ്റും നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഒരു ടീച്ചർ എന്ന രീതിയിൽ എനിക്ക് പറഞ്ഞു തരാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഇതാണ് വഴി, ഇതിലേ പൊക്കോ എന്ന് പറഞ്ഞു തരാൻ പറ്റും. ആ വഴിയെ നിങ്ങൾ പോയാൽ നിങ്ങൾ രക്ഷപ്പെടും. എങ്ങനെ പോകണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണ്ടേ. നടന്നു പോകണോ, സൈക്കിളിൽ പോകണോ, കാറിൽ പോകണോ, മോട്ടോർ ബൈക്കിൽ പോകണോ എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. ഓക്കെ, അത് ഓരോരുത്തരുടെയും കപ്പാസിറ്റിയാണ്. ആ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഓരോരുത്തരും അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ചാർട്ടിലോട്ട് വരാം. അപ്പം നമുക്ക് ഇന്നത്തെ ചാർട്ടിലോട്ട് വരാം. ഇന്ന് മാർക്കറ്റ് രാവിലെ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഏകദേശം പ്രീ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ 500-600 പോയിൻ്റ് ഗ്യാപ്പ് ഡൗണിലാണ് പ്രീ മാർക്കറ്റ് 9 മണിക്കും മാർക്കറ്റ് ഓപ്പൺ ആയത്. ഓക്കെ, അപ്പോൾ ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു ഇതൊന്നും കണ്ട് ആരും പേടിക്കേണ്ട എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അവസാനം എത്ര കണ്ട് 60-70 പോയിൻ്റെല്ലാം കണ്ടാണ് ഗ്യാപ്പ് ഡൗണിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നമ്മൾ വരച്ച നമ്മുടെ ബോക്സിനകത്തിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇതങ്ങോട്ട് നീക്കും. ഓക്കെ, നമ്മുടെ ബോക്സിനകത്താണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഭയങ്കരമായിട്ടൊരു ഹോള് മാർക്കറ്റ് 2 ക്യാൻഡിലിൽ നല്ലൊരു ഫോളോ വന്നു. ആദ്യത്തെ ക്യാൻഡിൽ വന്നതിന് ശേഷം ഇവിടെ തിരിച്ച് കയറുമെന്ന് വിചാരിച്ചു. പക്ഷേങ്കിൽ ഇവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് നോക്കിയിരിക്കാൻ പറ്റില്ല. 6 കഴിയെങ്കിലും ആരെങ്കിലും പി ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഓക്കെ, അവർക്ക് നല്ല വമ്പൻ പ്രോഫിറ്റ് കിട്ടുകയാണ്. ഏകദേശം എത്ര പോയിൻ്റ് ഇടിഞ്ഞു? 25,000 ഏകദേശം 230 പോയിൻറ്റിൻ്റെ ഫോളാണ് 2 ക്യാൻഡിൽ കിട്ടിയത്. 2 ക്യാൻഡിലെ നിഫ്റ്റി 230 പോയിൻറ്റ് ഫോളായി. ആലോചിച്ച് നോക്കി, 230 പ്ലസ് ഈ ഗ്യാപ്പ് ഡൗൺ 300 പോയിൻറ്റ്, ഓൾമോസ്റ്റ് 300 പോയിൻറ്റ് മാർക്കറ്റ് ആദ്യത്തെ 10 മിനിറ്റ് കൊണ്ട് 300 പോയിൻ്റ് ഫോളോ വന്നു. അതിനുശേഷം ചെറിയൊരു റിക്കവറി നടന്നു. അതിനുശേഷം വീണ്ടും താഴെ വന്നു. അപ്പം ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം മാർക്കറ്റ് കറക്റ്റായിട്ട് നമ്മൾ വരച്ച വരയിൽ വന്നു. ഇതെന്ത് കാരണം കൊണ്ടാണ് ഈ ഫോൾ ഉണ്ടായതെന്ന് ആർക്കും അറിയത്തില്ല. ഞാൻ പരിധിയില്ല. കാരണം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു, ഭക്ഷണം കഴിച്ചിട്ട് ഇതിൻ്റെ മുന്നിൽ ഇരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഇനി മോളുടെ സ്കൂളിൽ പോകണം, പേരൻസ് മീറ്റിംഗാണ്. അപ്പോൾ അത് പോകണം. അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ട് വേണം എനിക്ക് പോകാൻ. അപ്പോൾ എനിക്ക് തപ്പാൻ സമയം കിട്ടിയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫോൾ വന്നതെന്നുള്ള കാര്യം. ഓക്കെ, എനിവേ, അപ്പം അതിനുശേഷം നമുക്കൊരു സപ്പോർട്ട് കിട്ടിയില്ലേ, 24,749, 24,750 എന്ന് പറഞ്ഞൊരു സപ്പോർട്ടിൽ മാർക്കറ്റ് വളരെ നല്ല സൂപ്പറായിട്ട് വന്ന് സസ്റ്റെയിൻ ചെയ്തു. അവിടെ ഇല്ലേ, നല്ല പോലെ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി മാർക്കറ്റ് ഇവിടുന്ന് ഒരു അപ് ട്രെൻഡ് തിരിച്ച് റിവേഴ്സ് ചെയ്യാനുള്ള സാധ്യത. കാരണം ഇത്രയും നേരം മാർക്കറ്റ് ഇവിടെ കൺസോൾഡേറ്റ് ചെയ്തു. അപ്പോൾ ഈ കൺസോൾട്ടേഷന് ശേഷം മാർക്കറ്റ് താഴോട്ട് പോകുമോ മുകളിലോട്ട് പോകുമോ എന്നുള്ളത് നമുക്ക് കൺഫ്യൂഷനായിരുന്നു. പക്ഷേങ്കിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇവിടെ ഒരു താഴോട്ടൊരു ഫോളോ വന്നെങ്കിൽ വീണ്ടും തിരിച്ച് നല്ലപോലെ മാർക്കറ്റ് റിവേഴ്സ് ചെയ്തു ഇല്ലേ. അപ്പോൾ ഇവിടുന്ന് മനസ്സിലായി നമുക്ക് ഇവിടുന്ന് ഒരു നല്ല റിവേഴ്സൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാർക്കറ്റ് ബയേഴ്സ് ഇവിടുന്ന് മാർക്കറ്റിനെ മുകളിലോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യത ഉണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇട്ടുണ്ട്. ഇവിടെ തന്നെ നമ്മളോട്ട് ഈ റിജക്ഷൻ പോയിന്റ്, ഇത് റിജക്ഷൻ സ്പെഷ്യലിസ്റ്റ് ഉണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ. റിജക്ഷൻ ഈ മാത്രം ട്രേഡ് എടുക്കുന്നവരുണ്ട്. ഓക്കെ, അവർ ഇവിടെ എടുത്ത് കാണും. അല്ലെങ്കിൽ അടുത്ത ക്യാൻഡിലിൽ നമ്മുടെ ക്രൈറ്റീരിയ 75% ക്യാൻഡിലില്ല. ഓക്കെ, ബിഗിനേഴ്സിന് ഇവിടെയും ക്യാൻഡിലില്ല. ഇവിടെ റിജക്ഷൻ ടീംസിന് മാത്രമേ ഉള്ളൂ ഇവിടെ എന്താണ് ട്രേഡ് ഉള്ളൂ. അതിനുശേഷം വീണ്ടും വന്ന് ഒരു റീടെസ്റ്റ് എടുത്തു അല്ലേ. ഇവിടെ നോക്കിക്കേ, നമ്മുടെ റീടെസ്റ്റിൽ ട്രേഡ് ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്. റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർ ധാരാളമുണ്ട്. അവരെന്ത് ചെയ്തു, അവർക്കൂടെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ബിഗിനേഴ്സിനൂടെ ഓപ്പർച്യൂണിറ്റി. എന്താ അവിടെ ഓപ്പർച്യൂണിറ്റി? അത് നോക്കിക്കേ, മോർ ദാൻ 80% ഉള്ള ഒരു ഫുൾ ബോഡി ക്യാൻഡിൽ, ഗ്രീൻ ക്യാൻഡിൽ നമുക്ക് കൂടെ ക്ലോസിങ് കിട്ടി. ഇവിടെ 2-3 കൺഫർമേഷൻ ഉണ്ട്. എന്നാ അറിയാം, ഒന്ന് ക്ലിയർ ആയിട്ട് സപ്പോർട്ടിൽ വന്ന് മാർക്കറ്റ് കൺസോൾഡേറ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം, ഇവിടുന്ന് നല്ല റിജക്ഷൻ ഉണ്ട്. മൂന്നാമത്തെ കാര്യം, നമുക്ക് ഈ പറയുന്ന ഈ ഒരു ബുള്ളിഷ് സെറ്റപ്പ് ഇവിടെ നമുക്കൊരു 80% ക്യാൻഡിൽ കിട്ടി. നാലാമത്തെ കാര്യം, 300 പോയിൻറ്റ് രാവിലെ തന്നെ മാർക്കറ്റ് വീണ് നിൽക്കുക. ഇനി ഇവിടുന്ന് ഒരു ഫർദർ ഫോളിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സാധാരണ രീതിയിൽ
നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നോർമൽ ഡേയ്സിലെ നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് പറഞ്ഞാൽ ഒരു 150-200 പോയിൻ്റാണ് നോർമലി പിന്നെ നിഫ്റ്റി സഞ്ചരിക്കാറ്. അതിൻ്റെയൊക്കെ പിന്നോട്ട് സിവിയറായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ 300 പോയിൻറ്റ്. വളരെ റെയർ കേസിൽ മാത്രമേ 300 പോയിൻറ്റിന് മേളിലോട്ട് മാർക്കറ്റ് പോകാറുള്ളൂ. അപ്പം ഒരു 300 പോയിൻറ്റ് വീണുമ്പോൾ പിന്നെ അവിടെ നിന്ന് റിക്കവറി നമ്മൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, പഠിച്ചിരിക്കണം. ഓക്കെ, നമ്മൾ മാർക്കറ്റിൽ ചുമ്മാതെ രാവിലെ സിയും ബിയും മാത്രമല്ല, മാർക്കറ്റിൽ പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇത്രയും പോയിന്റ് വീണു, അപ്പോൾ ഇവിടുന്ന് റിക്കവറി ഉണ്ട്, റിജക്ഷന് ഇവിടെ നല്ല ക്യാൻഡിൽ കിട്ടി. അപ്പോൾ ഇവിടുന്ന് ട്രേഡ് എടുത്തവർക്ക് നല്ല സുഖസുന്ദരമായിട്ട് ഇതാ നോക്ക്, ഇവിടുന്ന് നല്ല 2 ക്യാൻഡിൽ കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ വേണമെങ്കിൽ ഇവിടുന്ന് പ്രോഫിറ്റ് ഇറങ്ങി ഓടിയവരുണ്ട്, അല്ലെങ്കിൽ ഹോൾഡ് ചെയ്തവരുണ്ട്, പിന്നെ ഇവിടുന്ന് തിരിച്ച് കയറിയവരുണ്ട്, പല ടീമിലുള്ള ആൾക്കാരുണ്ട്. എനിവേ, എന്തായാലും ഇവിടുന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച്, നിങ്ങളുടെ മിടുക്ക് അനുസരിച്ച് നിങ്ങൾ ഇവിടെ ഒക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എത്ര പേർക്ക് എടുത്തു എനിക്കറിയത്തില്ല, നല്ലപോലെ എടുത്തിട്ടുണ്ട് എന്തായാലും. ഓക്കെ, അതിനുശേഷം വെരി ക്ലിയർ ആയിട്ട് 25.067 നമ്മുടെ അതേ പോയിന്റ് വന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു? റിജക്ഷനായി. എന്ത് ക്ലിയർ ആയിട്ടാണ് നോക്കി. ഈ 2 ലൈൻ മതി നിങ്ങൾക്ക് ഇന്നത്തെ മാർക്കറ്റിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ. ഈ 2 ലൈൻ മതി. ശരിയല്ലേ ഞാൻ പറഞ്ഞേ? അല്ലേ? 2 ലൈനും വളരെ ക്ലിയർ ആയിട്ട് നമ്മുടെ ലൈൻ നമ്മുടെ റെസ്പെക്റ്റ് ചെയ്തു. അവിടുന്ന് റിജക്ഷൻ വന്നു കൺഫർമേഷൻ നമുക്ക് ഈ ബോക്സിനകത്ത് കയറിയപ്പോൾ നമുക്ക്, അല്ലെങ്കിൽ ഈ റിജക്ഷൻ ഇവിടെ റിജക്ഷൻ സ്പെഷ്യലിസ്റ്റുകളാണ്. ഇവിടെ റിജക്ഷൻ സ്പെഷ്യലിസ്റ്റുകൾക്ക് ഇവിടെ ട്രേഡ് കിട്ടി. അവർക്ക് കറക്റ്റ് അറിയാം, അവർ റിസ്ക് എടുക്കും. ഇതിന് മാളി എസ് എൽ വെച്ചുകൊണ്ട് അവർ റിസ്ക് എടുക്കും. ആ റിസ്ക് എടുത്തതിന് അവർക്ക് നല്ല റിവാർഡ്. ഇതുപോലെ തന്നെ ഒരു വി ഷേപ്പ് റിക്കവറി ഇവിടെ ഉണ്ടായി. മാർക്കറ്റ് രാവിലെ വീണു, അതുപോലെ തന്നെ മാർക്കറ്റ് തിരിച്ചു കയറി, വീണ്ടും അതുപോലെ തന്നെ ഒരു സിവിയർ ഫോള് വീണ്ടും വീണു, അവിടുന്ന് വീണ്ടും മാർക്കറ്റ് തിരിച്ച് റിക്കവറായി. ഓക്കെ, അപ്പോൾ ഇതിൽ നല്ല രീതിയിൽ ക്യാൻഡിലുകളുടെ സ്ട്രക്ചർ, ക്യാൻഡിലുകളെ മനസ്സിലാക്കാനും ക്യാൻഡിലുകളുടെ ഫോർമേഷൻ എങ്ങനെയാണെന്ന് മനസ്സിലായവർക്ക് പഠിച്ചവർക്ക് സുന്ദരമായിട്ട് ഇന്ന് നല്ല പ്രോഫിറ്റ് എടുക്കാൻ പറ്റി. അപ്പോൾ ഇന്ന് നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണം. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, എനിക്ക് നിങ്ങൾ വാരിക്കോരി കാശും അങ്ങനെയുള്ള കാര്യങ്ങളും തരണം. നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ. ഞാൻ ഈ പഠിപ്പിക്കുന്ന കാര്യം, ഈ പറയുന്ന കാര്യം, ഈ ചാനലും നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ, ഇത് മാക്സിമം നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങളെപ്പോലെ നിങ്ങളിപ്പം എവിടെയൊക്കെയോ അലഞ്ഞു തിരിഞ്ഞ് വന്ന ധാരാളം പേര് ഇപ്പോൾ എന്നെ കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങളെപ്പോലെ ധാരാളം പേര് പുറത്ത് നിൽപ്പുണ്ട് ഇല്ലേ? അപ്പോൾ അവർക്കൂടെ ഇത് മനസ്സിലാകത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ അവർക്കൂടെ ഇത് കിട്ടത്തക്ക രീതിയിൽ നിങ്ങൾ മാക്സിമം നമ്മുടെ ഈ ചാനലിനെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുക. ആ ഒരൊറ്റ കാര്യം മാത്രം നിങ്ങളോട് ആവശ്യപ്പെടുന്നുള്ളൂ. നിങ്ങൾ മാക്സിമം കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ കാണുന്നവർ മിക്കവാറും പേര് ഇപ്പോൾ നമ്മുടെ വീഡിയോ ഏകദേശം എല്ലാ ദിവസവും 1K ആൾക്കാർ കാണുന്നു. നമ്മുടെ വീക്കിലി അനാലിസിസ് ഇപ്പോൾ 1.7K ആൾക്കാർ കാണുന്നത്. അതൊക്കെ നല്ല അച്ചീവ്മെൻ്റ് ആണ്. ഓക്കെ, താങ്ക് യു. നിങ്ങളോട് ഞാൻ വളരെ നന്ദിയുള്ളവരായിരിക്കുന്നു. അപ്പം നിങ്ങൾ ഇനി ചെയ്യേണ്ട കാര്യം വെച്ചാൽ, നിങ്ങൾ മാക്സിമം കാണുന്നവർ ലൈക്ക് കൂടെ ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഗ്രൂപ്പിലുള്ളവർ മാത്രം കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ തന്നെ ധാരാളം കമൻറ്റ് കിട്ടും. അങ്ങനെയൊക്കെ ആകുമ്പം നമ്മൾ യൂട്യൂബ് തന്നെ നമ്മുടെ ഈ വീഡിയോയെ പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഹെൽപ്പ് മാത്രമേ ഞാൻ നിങ്ങളോട് ഇതിന് പ്രത്യുപകാരമായിട്ട് നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഈ ഫേസ്ബുക്കിന് ഒരു ഗ്രൂപ്പുണ്ട്, മിഡ് ക്യാപ് ഡോക്ടർ തന്നെ ഒരു പേജുണ്ട്. ആ പേജിൽ ഞാൻ എന്ന് ഇത് പോസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ 437 പേരാണ് അതിന് ലൈക്ക് അടിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഞാൻ അത്ര എക്സ്പേർട്ടല്ല. ഇങ്ങനെ റീൽസ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഷോർട്സ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലോ ഇതൊന്നും അല്ല. പിന്നെ നമ്മളൊരാളെ ഇതിനു വേണ്ടി വെക്കണം. അങ്ങനെയുള്ള സെറ്റപ്പൊന്നും നമുക്കായില്ല. അതൊക്കെ ഒരു കാലത്ത് നമ്മൾ അങ്ങനെയൊക്കെ വെക്കും. ഓക്കെ, നിങ്ങളൊക്കെ സഹകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാലത്ത് അങ്ങനെയൊക്കെ വെച്ച് നമ്മൾ നമ്മുടെ ചാനലിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യും. ഓക്കെ, ഇപ്പോൾ അതിനൊന്നുള്ള സമയമില്ല, നമുക്ക് അതിന് നേരമില്ല. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ മിഡ് ക്യാപ് ഡോക്ടർ എന്ന ഫേസ്ബുക്കിൽ മിഡ് ക്യാപ് ഡോക്ടർ അടിച്ചാൽ മതി, ഫേസ്ബുക്ക് പേജ് കിട്ടും. ആ പേജ് നിങ്ങളൊന്ന് സെർച്ച് ചെയ്തൊന്ന് ലൈക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. ഫോളോയും ചെയ്യുക. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഉപകാരം. ഓക്കെ, പറഞ്ഞ് കാട് കയറി പോവുക. അപ്പം ഇനിയിപ്പോൾ നാളെ നമുക്ക് എന്താ ചെയ്യുക? അപ്പോൾ ഇന്ന് എന്താ സംഭവിച്ചത് നമുക്കറിയാം. ഇന്ന് വൈകിട്ട് US മാർക്കറ്റ് ഉണ്ട്. US മാർക്കറ്റ് ഇപ്പോൾ നിലവിൽ എങ്ങനെ ഓടുന്നത് നോക്കട്ടെ. US മാർക്കറ്റ് ഇപ്പോൾ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. ഓക്കെ, ഒരു ഫ്ലാറ്റിലാണ് ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്ന് US മാർക്കറ്റിൽ എന്ത് സംഭവിക്കാൻ അറിയത്തില്ല. അപ്പോൾ നമുക്ക് ഇതിനകത്തിൽ നാളെ ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, നാളെ നമ്മുടെ ഈ ലൈൻ ഒന്നും മാറ്റം വരുത്താനില്ല. ഇതിങ്ങനെ തന്നെ നിന്നോട്ടെ. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് ബോക്സ് ഒന്നും വേണ്ട. ഈ ബോക്സിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ബോക്സൊക്കെ കിട്ടി കളഞ്ഞേക്കാം. ബോക്സിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ചാനലിനകത്തിൽ ഇതും വേണ്ട, ഈ ഒരു ലൈനും വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, നമുക്ക് നോക്കിക്കോട്ടെ. ഈ ലൈന് നമുക്ക് കുറച്ചൊന്ന് മേലോട്ട് പോക്കാം. ഇത് ഇങ്ങനെ ഇരിക്കട്ടെ. ഇതാണ് അതിൻ്റെ കറക്റ്റ്.
ഇവനെ നമുക്ക് ഇങ്ങനെ ഇരിക്കട്ടെ, ഇത്രയേ ഉള്ളൂ. അതിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, വെരി സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഇതിനകത്ത് ഓപ്പൺ, ഇപ്പം മാർക്കറ്റ് എത്രയല്ല ക്ലോസ് ചെയ്തേക്കുന്നത് 826. ഓക്കെ, 826 ഇതിനകത്താണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നു ആ വഴിക്ക് മാർക്കറ്റ് നോക്കുക. എന്തായാലും നാളെ രാവിലെ നമുക്ക് കറക്റ്റ് പറയാൻ പറ്റത്തില്ല, ഇന്ന് രാത്രി എന്ത് സംഭവിക്കാൻ അറിയത്തില്ല. ഇതിനകത്ത് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ എങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് നോക്കുക. അഥവാ ബ്രേക്ക് ചെയ്യുന്നെങ്കിൽ അവിടെ ഒന്ന് സപ്പോർട്ട് എടുക്കുക, റെസിസ്റ്റൻസ് ടച്ച് ചെയ്ത് തിരിച്ച് കയറുമോ തിരിച്ച് താഴോട്ട് ഇറങ്ങുമോ എന്ന് നോക്കിയിട്ട് മാത്രം നമ്മൾ ട്രേഡിനെ പറ്റി ചിന്തിക്കുക. അത്ര മാത്രമേ ഇവിടെ ഇപ്പോൾ തൽക്കാലം പറയാനുള്ളൂ. അപ്പോൾ ഇതിനകത്ത് എവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ട്രേഡ് പ്ലാൻ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി കൂടെ നമുക്കൊന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിലും ഈ പറഞ്ഞ പോലെ ബോക്സ് ഒന്നും വർക്ക് ചെയ്തില്ല, കളഞ്ഞേക്കാം, ബോക്സ് വർക്ക് ചെയ്തില്ല. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ ഇനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. അഡ്ജസ്റ്റ് ചെയ്യാം, ഇങ്ങനെ നോട്ട്. ഓക്കെ, ബാക്കി എല്ലാം അങ്ങനെ നോട്ട്, വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഓക്കെ, ബാക്കിയെല്ലാം നമ്മൾ വരച്ച കാര്യങ്ങളൊക്കെ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് എങ്ങനെ ട്രേഡ് ചെയ്യുന്നത് നോക്കിയിട്ട് മാത്രം നിങ്ങൾ എങ്ങോട്ടാണോ ഒരു ട്രേഡ് അങ്ങോട്ട് എടുക്കുക. ഓക്കെ, ഇതിനകത്ത് ഓപ്പൺ ചെയ്താൽ എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നു. അടുത്ത് നമ്മുടെ മിഡ് ക്യാപ്പിനകത്തിൽ ഇവിടെ എന്താ സംഭവിച്ചത്, നമ്മുടെ ലൈൻ മിഡ് ക്യാപ്പിനകത്തിലും ഈ പറയുന്ന പോലെ തന്നെ വി ഷേപ്പ് റിക്കവറി ഉണ്ടായി. മാർക്കറ്റിൽ ഫോള് കിട്ടി, അവിടുന്ന് വി ഷേപ്പ്. അപ്പോൾ നമുക്ക് ഇവനെ അതവിടെ തന്നെ ഇരുന്നോട്ടെ, ഒന്നും ചെയ്യാനില്ല. ഇവിടെ വി ഷേപ്പ് റിക്കവറി വന്നു, നമ്മുടെ ബോക്സിൻ്റെ മുകളിൽ പോയി ടച്ച് ചെയ്ത് വീണ്ടും തിരിച്ച് വന്നു താഴെ. ഈ ബോക്സ് ചിലപ്പോൾ വർക്കാകാൻ സാധ്യതയുണ്ട്, ഇങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, അങ്ങനെ ഇരുന്നോട്ടെ, ആ ബോക്സ് ചിലപ്പോൾ ആവശ്യം വരും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് 12,614 എത്ര 618. അപ്പോൾ ഈ ലൈൻ ഇമ്പോർട്ടൻ്റ് ലൈനാണ്. അതിനുശേഷം മാർക്കറ്റ് എങ്ങനെ ഇവിടുന്ന് നമുക്ക് ഒരു ട്രെൻഡ് ലൈൻ ഇങ്ങനെ വരച്ച് നോക്കിയാലോ. ചുമ്മാ കിടന്നോട്ടെ കേട്ടോ, വെറുതെ കിടന്നോട്ടെ, ഞാൻ ചുമ്മാ കണ്ടോണം വരച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ കിടന്നോട്ടെ അത്. അപ്പോൾ ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് തട്ടി തിരിച്ച് പോകുമോ നമുക്ക് നോക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ മിഡ് ക്യാപ്പിനകത്ത് പറയാനുള്ളത്. ബാക്കി എല്ലാം നാളെ വഴി നമുക്ക് കാണാം. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലിരിക്കണം, ഓർമ്മ വേണം. നമ്മുടെ ചാനലിൽ നിങ്ങളെല്ലാവരും പ്രൊമോട്ട് ചെയ്യണം, മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. നിങ്ങൾക്ക് അറിയാവുന്ന ഗ്രൂപ്പുകളിലൊന്നും ലിങ്ക് പോസ്റ്റ് ചെയ്യാൻ സമ്മതിക്കത്തില്ല, എങ്കിലും നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഫ്രണ്ട്സുകൾ കാണുമല്ലോ, ട്രേഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാവുന്നവർ കാണുമല്ലോ, അവിടെയൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അതൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഉപകാരം. അല്ലെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം നാളെ എല്ലാവർക്കും പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.